നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാരുടെയും ഡെവലപ്മെന്റ് ഓഫീസർമാരുടെയും ഏജന്റുമാരുടെയും സംയുക്ത നേതൃത്വത്തിൽ കവാട യോഗങ്ങൾ നടന്നു. കണ്ണൂരിൽ നടന്ന യോഗം LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷണൽ പ്രസിഡന്റ് കെ ബാഹുലേൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയിലെ LICയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം സ്വകാര്യ കമ്പനികൾക്കു വേണ്ടി നിയമപരമായ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നതിനും ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപ പരിധി 100% നിയമനിർമ്മാണത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിനിറങ്ങാൻ സംഘടനകൾ ആഹ്വാനം ചെയ്തു. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് വ്യവസായത്തിൻ്റെ ദേശസാൽക്കരണത്തിൻ്റെ 70ാമത്തെ ദിനം വരാൻ പോവുകയാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് 70ാമത് ദേശസാൽക്കരണ ദിനം. എന്ന് വെച്ചാൽ 69 വർഷം പൂർത്തിയാക്കി നമ്മൾ 70ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഈ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത് ഏത് സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത്. 245ഓളം സ്വകാര്യ കമ്പനികൾ ഇന്ത്യയിലെ ജനങ്ങളെ ഇൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇൻഷുറൻസ് എന്നുള്ള പേരിൽ അവരുടെ മറ്റ് വ്യവസായങ്ങൾക്കുള്ള മൂലധനം കണ്ടെത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ആഗ്രഹത്തിനോ അവരുടെ ആവശ്യത്തിനോ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വെറും ചൂഷണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ അവരുടെ ഒന്നും സമ്മതമില്ലാതെ ഒരു ദിവസം രാവിലെ, ഇന്ന് നമ്മൾ പറഞ്ഞാൽ ജനുവരി 19-ാം തീയതി രാവിലെ അവരുടെയൊക്കെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നിയമപാലകരെ അണിനിരത്തിക്കൊണ്ട് പിടിച്ചെടുത്തിട്ടാണ് അന്നത്തെ സർക്കാർ ഈ ഒരു ദേശസാൽക്കരണം നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം. M. മോഹനൻ LICAOI അധ്യക്ഷത വഹിച്ചു. MK പ്രേംജിത്ത് LICEU, K. ജയപ്രസാദ് NFIFWI, P. പ്രേമരാജൻ AILIAF, O. സജീവൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ബ്രാഞ്ച് 1 AP രജില, PK ജുപിത്ത് എന്നിവരും തലശ്ശേരി ബ്രാഞ്ച് 2 PV രാജീവൻ, V. ഷിജു, K. രമേശൻ, P. അശോകൻ എന്നിവരും സംസാരിച്ചു. മട്ടന്നൂരിൽ G. ഉത്തമൻ, K. ഷിറോസ്, K. ദിവാകരൻ, തളിപ്പറമ്പിൽ MK മോഹനൻ, K. ഗണേശൻ, ബെന്നി മാത്യു, U. ഭവാനി, പയ്യന്നൂരിൽ KV വേണു, M. സായുജ്, രമേഷ് പുതിയറക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.